pepper. Bum 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 bum. ഹായ്, സോൾട്ട് ആൻഡ് പെപ്പറിലേക്ക് സ്വാഗതം. ഇന്ന് സോൾട്ട് ആൻഡ് പെപ്പറുമായിട്ട് നിൽക്കുന്നത് ആതിരപ്പള്ളിയിലാണ്. ആതിരപ്പള്ളിയുടെ വനമേഖല എന്ന് പറയാൻ പറ്റത്തില്ല, എങ്കിലും ആ വനമേഖല കൂടെ ഉൾപ്പെടുന്ന ഒരു വളരെ പ്രശസ്തമായ ഒരു എസ്റ്റേറ്റ് ഉണ്ട്. ആ എസ്റ്റേറ്റിനകത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ആതിരപ്പള്ളിയുടെ തന്നെ ഭാഗമായിട്ടുള്ള ഒരു ആറിന് മുകളിലൂടെ ഈ എസ്റ്റേറ്റിലെ തൊഴിലാളികൾക്ക് സഞ്ചരിക്കാനായിട്ട് വളരെ പണ്ട് കെട്ടിയ ഒരു തൂക്കുപാലം അല്ലെങ്കിൽ ആട്ടുപാലം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അതിൻ്റെ മുകളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇത് പണിതത് ലോർഡ് ഹാരിസൺ അദ്ദേഹത്തിൻ്റെ കാലത്ത് പണിതതാണ്. ഈ ഉരുക്ക് വടങ്ങൾ കൊണ്ട് ബന്ധിപ്പിച്ച ഒരു പാലമാണ് രണ്ട് സൈഡിലായിട്ട്. അത് വരുമ്പോഴേക്ക് ഇത്തിരി പേടിയൊക്കെ തോന്നും കേട്ടോ. അയ്യോ അമ്മേ ഇങ്ങനെയൊക്കെ വിളിച്ചു പോകും നമ്മൾ. ചിലരൊക്കെ ഇതുവഴിയൊക്കെ ഇങ്ങനെ ഇഴഞ്ഞൊക്കെ പോകുന്ന കാണാം. അത്രയ്ക്ക് സാഹസികമായ ഒരു പാലമാണ് ഇന്ന് ചിന്തിക്കുകയാണെങ്കിൽ. അന്നത്തെ കാലത്ത് തൊഴിലാളികൾ യഥേഷ്ടം നടന്നുപോയ, സാഹസികരായിട്ട് നടന്നുപോയ ഒരു പാലം കൂടെയാണ്. അതുമാത്രമല്ല കേട്ടോ, ഇത് ഈ ശരിക്കും നടുക്കെത്തിയപ്പോഴേക്കും വളരെ സാഹസികത ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഇത് നന്നായിട്ട് ആടുന്നുണ്ട്. താഴെ ഒരുപാട് താഴെയായിട്ട് ആറും അതിൻ്റെ ഒരു കാഴ്ചയൊക്കെ ഒരു ഭീകരത മനസ്സിലിങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. നമ്മൾ നോക്കുമ്പോൾ അറിയാം, ഇത് ഈ തടികളിങ്ങനെ നമ്മൾ വേലി അടുക്കി വെച്ചിരിക്കും പോലെ ഇങ്ങനെ ആണി കൊണ്ട് അടുക്കി വെച്ചിരിക്കുകയാണ്. അതിൻ്റെ അടിയിൽ കൂടെ നമുക്ക് താഴെയൊക്കെ കാണാൻ പറ്റും. ഉദാഹരണമായിട്ട് എൻ്റെ കൈയൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ആതിരപ്പള്ളിയിലാണ് ഇന്നത്തെ സോൾട്ട് ആൻഡ് പെപ്പറിൻ്റെ ഷൂട്ട്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ വിചാരിക്കില്ലേ, നമ്മൾ ആതിരപ്പള്ളിയിൽ വന്ന് നേരെ ഭക്ഷണത്തിൻ്റെ കഥ പറഞ്ഞാൽ അതിനൊരു രസം ഉണ്ടാവത്തില്ല. ആതിരപ്പള്ളിയിൽ ഒരുപാട് കാഴ്ചകൾ ഇനിയും കാണാനുണ്ട്. ആ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് നമുക്ക് നമ്മുടെ ഇന്നത്തെ ഡിഷിലേക്ക് വരാം. ഈ കാണുന്നതാ തുമ്പ്രമൊഴി ഡാം എന്ന് പറഞ്ഞാൽ ചെക്ക് ഡാമാണ്. നമ്മുടെ വെള്ളച്ചാട്ടം ഉണ്ടല്ലോ, ആതിരപ്പള്ളി വെള്ളച്ചാട്ടം. ആ വെള്ളച്ചാട്ടം കഴിഞ്ഞിട്ട് വെള്ളം ഒഴുകി വരുന്ന വെള്ളത്തെ തന്നെ ഒരു തടയണ അല്ലെങ്കിൽ ഒരു ചെക്ക് ഡാം കെട്ടി നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതിന് വലിയൊരു പ്രത്യേകതയുണ്ട്. ഞാൻ നിൽക്കുന്നത് ഒരു വലിയ തൂക്കുപാലത്തിലാണ്. നേരത്തെ നമ്മൾ കണ്ട ഒരു ചെറിയ തൂക്കുപാലമാണെങ്കിൽ ഇത് കുറച്ചുകൂടെ വളരെ വലിയ ഒരു തൂക്കുപാലമാണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ആതിരപ്പള്ളി പുഴ അതിൻ്റെ മേളിലാണ് ഇപ്പം ഞാൻ ഈ നിൽക്കുന്നത്. ഈ ഒരു പുഴയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു സൈഡ് തൃശ്ശൂർ ജില്ലയും ഒരു സൈഡ് എറണാകുളം ജില്ലയുമാണ്. ഇനി ഈ തൂക്കുപാലം എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 100-300 മീറ്ററോളം നീളമുള്ളൊരു തൂക്കുപാലമാണ്. ഈ തൂക്കുപാലം കിടന്ന് അപ്പുറത്തേക്ക് പോയാൽ നേരെ തൃശ്ശൂർ ജില്ലയിലെ കാഴ്ചകളാണ്. നമുക്ക് ആ ഒരു കാഴ്ചകൾ കൂടെ കാണാം അല്ലേ. നമ്മൾ തൂക്കുപാലം പിന്നിട്ട് ഇവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ചകളാണ് ഇവിടെ ഈ കാണുന്നത്. ഒരു ബട്ടർഫ്ലൈ ഗാർഡനാണ്. എക്കോ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ബട്ടർഫ്ലൈ ഗാർഡനാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ കടന്നു വരുമ്പോൾ ഈ തുമ്പ്രമൊഴി ഡാമിൽ നിന്ന് തന്നെയുള്ള ഒരു കൈച്ചാൽ ഇങ്ങനെ പോകുന്നുണ്ട്, ഒരു ചെറിയ ഷട്ടറൊക്കെ ആയിട്ട്. അത് പിന്നിട്ട് വീണ്ടും നമ്മൾ വരുമ്പോൾ നമ്മളെ സ്വാഗതം ചെയ്യുന്ന ഒരു ചിൽഡ്രൻസ് പാർക്കാണ് ഈ സൈഡിലായിട്ട്. അപ്പോൾ എന്താണ് ആ കാണുന്നത് അല്ലേ? ഇത്രയും ദൂരം നമ്മൾ ഈ ആതിരപ്പള്ളിയിൽ വന്നിട്ട് ഈ ഒരു കാഴ്ച കണ്ടില്ലേ, പിന്നെ എന്താ ഒരു കാഴ്ച. ഇതാണ് നമ്മുടെ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം. നമ്മൾ ഒരുപാട് TV ഷോകളിലൂടെ നമ്മുടെ പ്രോഗ്രാമിലൂടെയൊക്കെ നിങ്ങളിത് കണ്ടിട്ടുണ്ടാവും ഒത്തിരി തവണ. എങ്കിലും ആതിരപ്പള്ളിയിൽ നമ്മൾ സോൾട്ട് ആൻഡ് പെപ്പറിൻ്റെ ഒരു എപ്പിസോഡുമായിട്ട് വന്നിട്ട് ഈ ഒരു വെള്ളച്ചാട്ടം കാണിച്ചില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് തന്നെ തോന്നില്ലേ ഇയാൾ എന്തിനാ അതുവരെ പോയെന്ന്. അതുകൊണ്ട് ഈ ഒരു കാഴ്ച കൂടെ കാണുകയാണ്.
അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? വളരെ രസകരമായ കാഴ്ചകളായിരുന്നു അല്ലേ? എല്ലാം എത്ര സ്ഥലങ്ങളാണ് കണ്ടത്. അപ്പോൾ ഇന്ന് എവിടെയാ നമ്മൾ രുചി തേടി വന്നതെന്ന് പറഞ്ഞാൽ അതിരപ്പള്ളിയിൽ തന്നെയുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള, അതിരപ്പള്ളിക്ക് അടുത്തുള്ള ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു 3 സ്റ്റാർ ഹോട്ടലാണ് സീസർ പാലസ്. നമ്മൾ ഓഫീസിലേക്ക് എൻ്റർ ചെയ്തിരിക്കുകയാണ്. സീസർ പാലസിന്റെ MD കാണാം. Hi sir. Good morning. Good morning. How are you? Good. How are you? Fine, thank you. Sir, good name? My name is Paul. Paul. സാർ ഇത് ഇത്ര നാളായി നമ്മുടെ ഈ ഹോട്ടൽ ഇവിടെ തുടങ്ങിയിട്ട്? ഞാൻ 2012 തുടങ്ങിയതാണ്. 2012. അപ്പോൾ ആതിരപ്പള്ളിയിലേക്ക് പോകുന്ന വഴിയിലാണ് ഈ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത്. അത് മാത്രമല്ല, ആതിരപ്പള്ളിയിലേക്ക് വരുന്നവർക്ക് ഇവിടെ താമസിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പാക്കേജുകൾ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? പാക്കേജുകളൊക്കെ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്, നല്ല ഫെസിലിറ്റീസ്. ടൂറിസ്റ്റ് പാക്കേജുകൾ ഉണ്ടല്ലേ? അപ്പോൾ ഇത് കുറച്ച് വിശേഷങ്ങളെ ആയിട്ടുള്ളൂ, ഇനിയുണ്ട് കുറച്ചുകൂടെ കാര്യങ്ങൾ. അതൊക്കെ എങ്ങനെയാ സാറേ? അതൊക്കെ അതിൻ്റെയൊക്കെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് ഞങ്ങളുടെ GM ആണ്. ഓ, മിനി പെരേര. മിനി പെരേര, നല്ല പേരല്ലേ? അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അദ്ദേഹം പറഞ്ഞു തരും. അപ്പോൾ നമുക്ക് ഇത് കുറച്ചുകൂടെ കൂടുതൽ വിവരങ്ങൾ, കുറച്ചുകൂടെ കുറച്ചുകൂടെ ആഴത്തിലറിയാം. അതിലേക്കായിട്ട് നമുക്ക് ഇവിടുത്തെ GM-നെ പോയെന്ന് കാണാം. പേര് മിനി പെരേര. ഓക്കെ സർ, താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇതാണ് MD പറഞ്ഞ GM, പേര് മിനി പെരേര. ഇവിടുത്തെ ഭക്ഷണമൊക്കെ എങ്ങനെയാണ്? നമ്മുടെ കേരള ഡിഷ് മാത്രമല്ല, ഒരു ടൂറിസ്റ്റ് പ്ലേസ് കൂടെ അല്ലേ? അല്ല, കേരള ഡിഷ് മാത്രമല്ല, കാരണം ഞങ്ങൾക്ക് കൂടുതലും നോർത്ത് ഇന്ത്യൻസും പിന്നെ ഞങ്ങൾക്ക് ഫോറിനേഴ്സും വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് കേരള ഡിഷ് അടിക്കാനായിട്ടുള്ള ഷെഫും ഉണ്ട്, നോർത്ത് ഇന്ത്യനും അതെ കോണ്ടി എല്ലാം അടിക്കേണ്ട ഷെഫ് സെപ്പറേറ്റ് ഉണ്ട്. ഇവിടുത്തെ 2 ഷെഫുമാരെ വെച്ചിട്ട് നമുക്ക് എന്തായാലും ഒരു ടൂറിസ്റ്റ് ഏരിയ അല്ലേ, ഒരെണ്ണം കൊണ്ട് തൃപ്തിപ്പെടാൻ വയ്യ. അതുകൊണ്ട് ഒരു 2-3 ഡിഷ് ഇവിടെ നിന്ന് പഠിച്ചാൽ അല്ലെങ്കിൽ കണ്ടെത്തിയാൽ കൊള്ളാവുന്നുണ്ട്. ഇവിടുത്തെ ഷെഫ് ആരൊക്കെയാണ്? ഞങ്ങളുടെ മെയിൻ ഷെഫ് വന്നിട്ട് വിശ്വംഭരൻ എന്ന പേര്, പിന്നെ രണ്ടാമത് സൂരജ് എന്ന പേര്. ഞാൻ അവരെ പരിചയപ്പെടുത്തി തരാം. താങ്ക് യു. എന്നാ പിന്നെ നമുക്ക് നമ്മുടെ ഷെഫിനേക്ക് പോയെന്ന് കാണാം അല്ലേ? തീർച്ചയായും. അപ്പോൾ ഇന്ന് ഭയങ്കര ഒരു സംഭവം ഉണ്ടാക്കാൻ പോണത് സോൾട്ട് ആൻഡ് പെപ്പറിലൂടെ നമ്മുടെ അല്ലേ. സാധാരണ ഇന്ന് എന്താ ചേട്ടാ ഉണ്ടാക്കണേ? ഇപ്പൊ പറഞ്ഞുതരാം. ആയുർവേദിക് തവ ഫിഷ്. ആയുർവേദിക് തവ ഫിഷ്. സാധാരണ നമ്മൾ ആയുർവേദിക് എന്ന് നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്നത് വെജിറ്റേറിയൻ ആയിരിക്കുമല്ലോ അല്ലേ? നമ്മൾ ചീരക്കറിയോ അല്ലെങ്കിൽ ഇല കൊണ്ടുള്ള എന്തെങ്കിലും അങ്ങനെ സസ്യാഹാരങ്ങളൊക്കെ ആയിരിക്കും ആയുർവേദിക് എന്ന് നമ്മളെ മനസ്സിൽ ഓടിയെത്തുന്നത് അല്ലേ? പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ആയുർവേദത്തിൻ്റെ എല്ലാ ഔഷധ ഗുണവുമുള്ള ഒരു ഫിഷ് ഡിഷാണെന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അല്ലേ? അത് ഗംഭീരം. സോൾട്ട് ആൻഡ് പെപ്പറിലൂടെ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കും ഒരു ആയുർവേദിക് തവ ഫിഷ് എന്ന് പറഞ്ഞൊരു ഡിഷ് ടെലിവിഷനിൽ എത്തുന്നത്. അതിൻ്റെ ജാടയിലാണ് ഞാൻ. ചേട്ടാ, ഗുഡ് നെയിം? വിശ്വംഭരൻ ചേട്ടൻ. ഓക്കെ, വിശ്വംഭരൻ. ഇനി എന്ത് വേണം? അപ്പോൾ ഇത് എന്താ ഈ ആയുർവേദ തവ ഫിഷ് ഉണ്ടാക്കാൻ നമുക്ക് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് വേണ്ടത്? മല്ലിയില, ഇഞ്ചിയും വെളുത്തുള്ളിയും മല്ലിലും വേപ്പിലും അരച്ചത്, വെളിച്ചെണ്ണ, തൈര്, കടലമാവ്, നാരങ്ങ നീര്, ചെറുനാരങ്ങയുടെ, ചാട്ട് മസാല, ഉലുവപ്പൊടി, ചെറിയ ഉള്ളി, ചുവന്നുള്ളി അരച്ചത്, കുരുമുളക് പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അത് ഇതിൽ ചേർക്കാനുള്ള മസാല ഉണ്ടാക്കുകയാണ്. ചേട്ടാ എടുത്തോളൂ. ചാട്ട് മസാല, ഉലുവപ്പൊടി, ചെറിയ ഉള്ളി, ചുവന്നുള്ളി അരച്ചത്, എല്ലാം ഏകദേശം കറക്റ്റ് അളവിലാണ് ചേട്ടാ ചേർത്തുകൊണ്ടിരിക്കുന്നത്. ചെറുനാരങ്ങയുടെ നീരാണ്, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ അരച്ചെടുത്തത്. അപ്പോൾ ആയുർവേദത്തിൽ പറയുമ്പോൾ സമൂലം. ഒരല്പം വെളിച്ചെണ്ണ, അതിലേക്ക് നമ്മുടെ മത്സ്യം നന്നായിട്ട് അകവും അതിൻ്റെ പുറവും ഒക്കെ ഒന്ന് വരഞ്ഞു വെച്ചിട്ടുണ്ട്. അകത്തേക്കാണ് ആദ്യം ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഇനി ഇതിൽ നന്നായിട്ട് ഈ അരപ്പ് പിടിക്കാനായിട്ട് ഇത് കുറച്ച് സമയം ഹോൾഡ് ചെയ്യുക. ഒരു 15 മിനിറ്റെങ്കിലും മസാല ഇട്ടിട്ട് തിരിക്കുന്നു. ഓക്കെ.
അപ്പോൾ ഒരു 15 മിനിറ്റ് ഒരു മസാല ഇതിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞു. ഇനി ഒരു 15 മിനിറ്റ് ഇത് ഹോൾഡ് ചെയ്ത് വെക്കണം. അപ്പോഴേ ഈ മസാലയും അതിന്റെ ഔഷധ ഗുണമൊക്കെ ഈ മത്സ്യത്തിന്റെ ഫ്ലഷിലേക്ക് നന്നായിട്ട് പിടിക്കത്തുള്ളൂ. അപ്പോൾ ഒരു 15 മിനിറ്റ് അതിനെ നമ്മുടെ അടുപ്പിന് തീ കൂട്ടാൻ പോയാണ്. അല്പം വെളിച്ചെണ്ണ. അപ്പോൾ എണ്ണ ചൂടായി കഴിഞ്ഞു. വളരെ കുറച്ച് എണ്ണ മാത്രമേ ചേർത്തുള്ളൂ. അതിലിട്ട് തിരിച്ചും മറിച്ചും ഫ്രൈ ചെയ്തെടുക്കലാണ്. മൂടി വെക്കണം. അയ്യോ, അത് അടച്ചു വെച്ചു അല്ലേ. ഇനി ഇത് മൂടി വെച്ചിട്ട് എത്ര സമയം വേണം ചേട്ടാ? ഇങ്ങനെ മൂടി വെച്ചിട്ട് 10 മിനിറ്റ് വേണം. ഒരു 10 മിനിറ്റ് ഇങ്ങനെ മൂടി വെച്ച് അത് ഒന്ന് ആവി കൊണ്ടും അടിയിൽ നിന്ന് തീ കൊണ്ടും തവയിൽ വേവിക്കണം. 10 മിനിറ്റ് ദേ പോയി. വാ ചേട്ടാ, ഞാൻ ഇനി സമ്മതിച്ചു കേട്ടോ. ശരിക്കും അതൊന്ന് വരുന്ന ഒരു നമ്മുടെ പുകയുടെ ഒരു സ്മെല്ലില്ലേ, ശരിക്കും നമ്മളൊരു ആയുർവേദ ഹോസ്പിറ്റലിലോട്ടൊക്കെ കയറി ചെല്ലുമ്പോൾ ഒരു ആയുർവേദത്തിൻ്റെ ഒരു മണം ഉണ്ടല്ലോ, ആ ഒരു മണം, ഏകദേശം ആ ഒരു മണം കറക്റ്റായിട്ട് അത് വരുന്നുണ്ട്. ഇത് ഇടയ്ക്കൊന്നും മറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കറക്റ്റ്. ചില വൈദ്യശാലയിലൊക്കെ പോകുമ്പോൾ കിട്ടുന്ന ഒരു മണം, അതിൻ്റെ ഒരു പാചകം ചെയ്ത് സ്മോക്കി ആയിട്ടുള്ള ഒരു സ്മെല്ല്. കുറച്ച് മല്ലിയില ചേർത്തു. ഇനി അല്പം വെളിച്ചെണ്ണ കൂടെ ചേർക്കുകയാണ്. ഇത് ശരിക്കും ആരാണ് ചേട്ടാ ഈ ഒരു ഡിഷ് കണ്ടുപിടിച്ചത്? നിങ്ങൾ ഇവിടെ സീസർ പാലസിലെ കണ്ടുപിടുത്തമാണോ? സീസർ പാലസിലെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വിജയകാന്തിന് ഉണ്ടാക്കി കൊടുത്തതാണ്. നടൻ വിജയകാന്ത്, തമിഴിലെ സൂപ്പർ സ്റ്റാർ. മൈ ഗോഡ്, അടിപൊളി. ഞാൻ പറഞ്ഞില്ലേ ഇന്നത്തെ ജാട ഉണ്ടെന്ന്, അത് പിന്നെ അങ്ങ് കൂടി. അങ്ങനെ എണ്ണ ചേർത്ത് ഒന്ന് മറച്ചിട്ടു. വീണ്ടും കുറച്ചുകൂടെ മല്ലിയിലിട്ടു. സംഭവം കൊള്ളാം. കാണുമ്പോൾ തന്നെ അതിനെ അടുത്ത് കൂടി മൂടി വെച്ചാൽ ഒന്നും കൂടെ മൂടണം. അടിച്ചുകൊണ്ട് ഓടുമെന്ന് പറഞ്ഞപ്പോഴേക്ക് പെട്ടെന്ന് ചേട്ടനെ അടുത്ത് അങ്ങ് അടച്ചു വെച്ചു. പച്ചമുളക് കൂടെ 2 എണ്ണം അതിൻ്റെ മേളിൽ വെച്ചു. അതും നമ്മുടെ ആയുർവേദത്തിൽ പെടുന്നത് തന്നെയാണ്. നമുക്ക് ഇറക്കാം. അങ്ങനെ ഇറക്കാൻ വേണ്ടിയിട്ട് മല്ലിയില ഇടുകയാണ്. അത് പ്രമാദമായ ഡിഷ് തയ്യാറായിടിച്ച്. ഇതൊരു ചെറിയ സലാഡാണ്. ഈ സലാഡിനെ കുറിച്ച് പറയാം, ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ടുള്ള. അപ്പോൾ ഇത് അലങ്കരിച്ച് വെച്ചിരിക്കുക നമ്മുടെ ഈ മീനിനെ വെക്കാനുള്ള. തെന്നിന്ത്യയിലെ ഒരു ബ്രഹ്മാണ്ഡமான സൂപ്പർ സ്റ്റാറോടെ ഇഷ്ടവിഭവം ആയുർവേദിക് തവ ഫിഷ് തയ്യാറായിടിച്ച്. ശരിക്കും റിയലി ഒരു ആയുർവേദത്തിന്റെ ടേസ്റ്റും. നമുക്കറിയാലോ, നമ്മുടെ മലയാളികൾക്ക് പ്രത്യേകിച്ച് ആയുർവേദത്തിന്റെ ഒരു രുചി പറഞ്ഞു തരേണ്ട കാര്യമില്ല. അത് കൊതി വരുന്ന രീതിയിൽ ഇതിനകത്ത് ഒളിഞ്ഞിരിപ്പുണ്ട്. പിന്നെ എന്ത് പറയാൻ, അത് പെട്ടെന്ന് അങ്ങ് ഇറങ്ങിപ്പോയി. അതിനെ കുറച്ചുകൂടെ എനിക്ക് അതിനെക്കുറിച്ച് പറയണമെന്നായിരുന്നു. നല്ല പുളിയുണ്ട്, ഒരു എക്സലന്റ് ടേസ്റ്റ് കേട്ടാ. റൊമ്പ പ്രമാദാനം. അയ്യോ, അതങ്ങനെയല്ല, തമിഴിൽ പറയുമ്പോൾ റൊമ്പ പ്രമാദം. അപ്പോൾ എങ്ങനെയാണ് ഇത്രയും രുചികരമായിട്ടുള്ള ആയുർവേദിക് തവ ഫിഷ് ഉണ്ടാക്കുന്നതെന്ന് ഒന്നുകൂടെ അത് കാണണ്ടേ? ദേ കണ്ടോളൂ. അഹങ്കാരത്തോടെ ഒരു റീക്യാപ്പ് തരികയാണ്, കണ്ടോളൂ. അപ്പോ ഇത് മാത്രമല്ല കേട്ടോ, ഇത്രയും ദൂരം ആതിരപ്പള്ളി വരെ സഞ്ചരിച്ച് വന്നതല്ലേ, ഇനിയും ഉണ്ട് ഒരു ഡിഷ് കൂടെ. നേരത്തെ നിന്ന് ഷെഫ് മാറി ഇവിടുത്തെ മറ്റൊരു ഷെഫ് എത്തിയിരിക്കുകയാണ്. അത് മാത്രമല്ല, ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണല്ലോ. അപ്പോൾ ടൂറിസ്റ്റ് പ്ലേസിലാകുമ്പോൾ പല നാട്ടുകാർ വരും, ഇന്റർനാഷണൽ ടൂറിസ്റ്റുകൾ വരും, നാഷണൽ ടൂറിസ്റ്റുകൾ വരും, അതായത് ഔട്ട്സൈഡ് കേരള. അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരുപാട് ഇന്റർനാഷണൽ ആയിട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫുഡൊക്കെ വേണ്ടേ, അതും ഇവിടെയുണ്ട്. അങ്ങനെ ഒരു ഇന്റർനാഷണൽ ഫുഡാണ് ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അത് നമുക്ക് ആദ്യം ഇദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം. സൂരജ്, യു ആർ ഫ്രം നാഗാലാൻഡുകാരനായ ഷെഫാണ് സൂരജ്. നമ്മളിന്ന് എന്താ ഉണ്ടാക്കാൻ പോണേ? ഇനി ഉണ്ടാക്കാൻ പോകുന്നത് ചാവ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഇത് ഫ്രം വിച്ച് കൺട്രി? ഇറ്റ്സ് എ മംഗോളിയൻ ഡിഷ്.
മംഗോളിയൻ ഡിഷാണിത്. മംഗോളിയക്കാരുടെ വളരെ ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഭക്ഷണമാണ്. ഇതിന്റെ പേരാണ് ചോ. അത് ഇങ്ങനെയാണ് പറയേണ്ടത്, ചോ. ഒന്ന് പറയാമോ? ചൗ. ചൗ, നോട്ട് ചൗ എന്ന് പറയരുത്, ചോ അങ്ങനെ പറയണം അല്ലെ സ്റ്റൈലില്. അപ്പൊ നമുക്ക് തുടങ്ങാം. എന്തൊക്കെയാണ് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്? ക്യാബേജ്, ക്യാരറ്റ്, സ്പ്രിംഗ് ഓണിയൻ, ചില്ലി, ജിഞ്ചർ, ഓണിയൻ, കൊറിയൻഡർ ലീവ്സ്, സോൾട്ട് ടു ടേസ്റ്റ്, മസ്റ്റർഡ് സീഡ് പൗഡർ, ബ്ലാക്ക് പെപ്പർ പൗഡർ. ഇത് പോർക്ക് അത് ഓപ്ഷനല്ല. ഓപ്ഷനൽ പോർക്കാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. വേണമെങ്കിൽ ചിക്കനോ ബീഫോ ആക്കാം. ലൈം, സോയ സോസ്, നൂഡിൽസ്, ടൊമാറ്റോ കെച്ചപ്പ്, കൊറിയൻഡർ പൗഡർ, ക്യൂമിൻ സീഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. വളരെ സിമ്പിളായിട്ട് ഇത് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ, അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ദിസ് വൺ ഓണിയൻ. ഓക്കെ, ഫസ്റ്റ് വീണ്ടും കുറച്ചുകൂടെ സൺഫ്ലവർ ഓയിൽ ചേർത്തു. ജീരകം ചേർക്കാൻ പോവാണ്. ഇനി ബാക്കിയെല്ലാം എല്ലാ ഐറ്റവും മിക്സ് ചെയ്യാൻ പോവുകയാണ്. മല്ലിപ്പൊടി, നമ്മുടെ എന്താണ് രുചികരവും ആസ്വാദ്യകരവുമായ പോർക്ക് അതിലേക്ക് ചേർന്നിട്ടുണ്ട്. ഇതിന്റെ പേര് ചോ എന്നാണ്. അപ്പൊ ഇപ്പൊ പോർക്കായത് ഇട്ടുകൊണ്ട് പോർക്ക് ചോ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ചിക്കൻ ആയിരുന്നെങ്കിൽ ചിക്കൻ ചോ എന്ന് അല്ലേ, അങ്ങനെ പറഞ്ഞൂടെ? അപ്പോൾ നൂഡിൽസ് ചേർക്കുമ്പോൾ ശ്രദ്ധിച്ചോണം. അദ്ദേഹം അതായത് തീയുള്ള അടുപ്പിൽ നിന്ന് മാറ്റി ഫ്രീ ആയിട്ട് തവ വെച്ചതിന് ശേഷമാണ് അത് ചേർക്കുന്നത്. കൊറിയൻഡർ ലീവ്സ് ഒരു ഭംഗിയൊക്കെ വന്നു. ഓൾമോസ്റ്റ് ഡൺ. അപ്പോൾ ഇനി ഒരു പ്ലേറ്റ് തപ്പിയെടുത്തുകൊണ്ട് വരണം ഞാൻ. ഇനി ഞാനിതൊന്ന് മലയാളിയൻ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. എക്സലന്റ് മാൻ. അത് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ഡിഷ് ടേസ്റ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ടേസ്റ്റ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, ഗംഭീരമായിട്ടുണ്ട്. പിന്നെ ഇതിലെവിടെയോ ഒരു നമ്മുടെ മലയാളി അമ്മമ്മമാരുടെ ഒരു രഹസ്യ കൈപ്പുണ്യം ഇതിലെവിടെയോ ഒളിച്ചിരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതാണ് എനിക്ക് ഇതിൽ കൂടുതൽ ഇഷ്ടപ്പെട്ടത് കേട്ടോ. എക്സലന്റ് മാൻ. ചൗ അപ്പോൾ ഗംഭീരമായിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഈ ചൗ ഉണ്ടാക്കുന്നതെന്ന് ഒന്നുകൂടെ ഒന്ന് കണ്ടോളൂ. റീക്യാപ്പ്. അപ്പോൾ ഇന്നത്തെ സോൾട്ട് ആൻഡ് പെപ്പർ ശരിക്കും ഒരു ഉത്സവം പോലെ തന്നെ ഉണ്ടായിരുന്നു അല്ലേ? നമ്മൾ എന്തൊക്കെയാണ് അതിരപ്പള്ളിയുടെ എന്തൊക്കെ കാഴ്ചകൾ കൊണ്ടു. പിന്നെ നമ്മൾ ആയുർവേദം, അതും നോൺ വെജിൽ എങ്ങനെ ആയുർവേദം, അതും ഉദരത്തിന് ഏറ്റവും നല്ലത്. സ്ഥിരമായി കഴിച്ചു കഴിഞ്ഞാൽ ഉദരരോഗങ്ങൾ ഒന്നും വരില്ല എന്ന 100% ഉറപ്പ് ഷെഫിൻ്റെ നിന്ന് കിട്ടിയ ഒരു മനോഹരമായ ഒരു എക്സലന്റ് ഡിഷ് പരിചയപ്പെട്ടു. പിന്നെ ഒരു ടൂറിസ്റ്റ് പ്ലേസിൽ വന്ന് വളരെ ഇന്റർനാഷണൽ, അതായത് മംഗോളിയ വരെ പോയിട്ട് മംഗോളിയൻ ഡിഷ് വരെ നമ്മളിന്ന് പരിചയപ്പെട്ടു. അപ്പോൾ ഇനി അടുത്ത ആഴ്ചത്തെ എപ്പിസോഡിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു പ്ലാനിങ്ങിലാണ് ഞാൻ. ഇതിനേക്കാളും അപ്പുറത്ത് ഒരു എപ്പിസോഡായിട്ട് വരണ്ടേ, അതിലേക്കുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഞാൻ. അപ്പോൾ കാത്തിരിക്കൂ, അടുത്ത ആഴ്ച ഇതുപോലെ മറ്റൊരു മനോഹരമായ എപ്പിസോഡുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. തൽക്കാലം സീസർ പാലസിലെ ഈ നല്ല പ്രിയപ്പെട്ട കൂട്ടുകാർക്കിടയിൽ നിന്നുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് അടുത്ത ആഴ്ച കാണാം. അപ്പോൾ കാത്തിരിക്കൂ. സോൾട്ട് ആൻഡ് പെപ്പറിനായി ടാറ്റ, ബൈ ബൈ.